ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു dhansasworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കറി തന്നെയായിരിക്കും ഇത്. നമ്മളെ ചന മസാല തന്നെയാണിത്. അപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ പല ആൾക്കാരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമുക്ക് പൂരിക്കായാലും ചപ്പാത്തിക്കായാലും ഭട്ടൂരക്കായാലും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ചന മസാല നമുക്കറിയാം ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണെന്നുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂരീൻ്റെ കൂടെയും ഭട്ടൂരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ആ ഒരു കറീൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതുപോലെ ഈ കറിയിൽ നല്ലൊരു കളർ കിട്ടാൻ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പിൽ കടല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർത്ത് വെച്ച കടലയാണ്. നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ തലേന്ന് രാത്രിയിലാണ് കുതിർത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ കടല നന്നായിട്ട് കുതിർന്നിട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളെ ചായപ്പൊടിയാണ്. അപ്പോൾ അത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ചെറിയ ടവലിലോ അല്ലെങ്കിൽ നേരിയൊരു കോട്ടൺ ക്ലോത്തിലോ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് നമ്മൾ ഈ ഒരു കറിയിലേക്ക് വേവിക്കുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മളെ കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിത് ഒരു ചെറിയ ടവലിൽ കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് ഒരു 5-6 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അയണിൻ്റെ ചീനച്ചട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു കളർ കിട്ടും. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊന്നും അധികമായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെ കറിക്കൊക്കെ ഒരു വല്ലാത്തൊരു ചോയ ഉണ്ടാകും. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എല്ലാം ഓരോ പീസാണ്. ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഒരു സ്റ്റാർ അനീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് 2 പച്ചമുളക് ഒന്ന് നെടുകെ ചീന്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചെറിയ പീസ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ കറിയിൽ സാധാരണ കറിവേപ്പില ചേർക്കാറില്ല. എന്നാലും ഞാൻ നമ്മളൊരു കറിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ചെറിയ ഇതളിൽ കറിവേപ്പില ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വലിയ ഉള്ളിയാണ്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറിയ ചെറിയ സ്ലൈസായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം വേഗത്തിലൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്ക പേർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇത്. നമ്മളെ ഉള്ളി ഒന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമ്മളിത് അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതാ മൂടി തുറന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടെ മൂടി തുറന്നിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ കിട്ടിയാൽ മതി. അധികം വെന്തുടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഈ സമയം നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിതിലേക്ക് നല്ല മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഈ പൊടീൻ്റെ അളവൊന്നും അധികം കൂടാൻ പാടില്ല. പിന്നെ അതുപോലെ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാലയും ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ചന മസാലേൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന മസാലേൻ്റെ പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്ന് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഈ ചന മസാലേൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമ്മളിതാ ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടി തുറന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ചേർത്ത പൊടീൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി അരച്ചതാണ്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി, നല്ല കളറിലുള്ള തക്കാളി തന്നെയാണ് എടുത്തത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ തക്കാളി അധികമായി പോകാൻ പാടില്ല, വല്ലാത്ത പുളിരസമായി പോകും. എന്നിട്ട് നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1-2 മിനിറ്റിന് ശേഷം ഇതുപോലെ നമുക്കിങ്ങനെ തുറന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ പച്ചമണമൊക്കെ മാറി നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാകണം. അതുവരെ നമ്മൾ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളെ കെച്ചപ്പാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ കെച്ചപ്പും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി നമ്മൾ കുറച്ച് കുറവിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുപാട് പുളിയായി പോകാൻ പാടില്ല. അപ്പോൾ അതും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം സമയമെടുത്തിട്ട് തന്നെ ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്യണം, എന്നാലേ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ കെച്ചപ്പൊക്കെ ചേർക്കുമ്പോഴും കറിക്ക് നല്ലൊരു കളർ ഉണ്ടാകും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ ചായപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ, ചായപ്പൊടി നമ്മൾ നേരത്തെ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ കടലയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ട നല്ല കളറായിട്ടുണ്ട് നമ്മളെ കടലേൻ്റെ ഒക്കെ. അപ്പോൾ ആ ഒരു വെള്ളം തന്നെ നമ്മളിതിൽ ചേർക്കുന്നത്, വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതും കൂടി ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നിങ്ങൾക്കിത് മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ മൂടി തുറന്നിട്ടോ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ബാക്കി നമ്മളെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 6 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ ഒരു നോർത്ത് ഇന്ത്യൻ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്, നമ്മളെ കസൂരി മേത്തിയാണ്. അപ്പോൾ സാധാരണ മിക്ക നോർത്ത് ഇന്ത്യൻ കറിയിലും ചേർക്കുന്നതാണിത്. അപ്പോൾ കസൂരി മേത്തി നമുക്കിന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മളെ ഉലുവേൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണിത്. അപ്പോൾ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കയ്യിൽ വെച്ച് തിരുമ്മിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നമ്മളെ കറിക്ക്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും നല്ല എരിവും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിത്തിരി പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കുക, എന്നാലും നമ്മളെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ അതിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അധികമായി പോകാൻ പാടില്ല, അപ്പോൾ മധുരം കൂടും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചന മസാല തയ്യാറാക്കിയത് പൂരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡ്രൈ ആക്കി എടുത്തത്. ഇനി അതുപോലെ നിങ്ങൾക്ക് തക്കാളി ഉള്ളിയൊക്കെ വാട്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ അരച്ചിട്ടൊന്ന് ചേർത്തിട്ട് ഇതുപോലെ വാട്ടിയിട്ട് ഈ കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകുക. അപ്പോൾ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മളെ ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഇതും ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്